ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക, ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു വ്യക്തി ചിലപ്പോൾ ഓർഡിനറി റെസിഡന്റ് ആകാം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകാം, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആകാം. അദ്ദേഹത്തിന്റെ ഈ സ്റ്റാറ്റസ് മാറുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിലും മാറ്റം വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആദ്യമായി തന്നെ ഓർഡിനറി റെസിഡന്റ് ആ ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് പരിശോധിക്കാം. ഓർഡിനറി റെസിഡന്റിന്റെ ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇത് ഉൾപ്പെടുത്തും. ഇൻകം accrues or arises or deemed to accrue or arise in India. Income which arise outside India from any business ഉദ്ദേശിക്കുന്നത് all foreign business ഇൻകത്തെയാണ്. Income accrues or arises outside India other than business income. ഇവിടെ ഉദ്ദേശിക്കുന്നത് all foreign income. അതായത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ നാല് കൂട്ടം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നാല് കൂട്ടം കാര്യങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകത്തിൽ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിൽ ഉൾപ്പെടുത്തും. ആ ഒരു കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ഓൾ ഇൻകംസ് ഏൺഡ് ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആർ ടാക്സബിൾ. ഓർഡിനറി റെസിഡന്റിന്റെ കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകങ്ങളും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻകങ്ങളും എല്ലാ ഇൻകങ്ങളും എന്താണ്? ടാക്സബിൾ ആണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക, ടാക്സബിൾ ആണ്. അടുത്തതാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അദ്ദേഹത്തിന്റെ ഇൻകത്തിൽ, അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകത്തിൽ എന്തൊക്കെ വരുമെന്ന് പരിശോധിക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം accrues or arises or deemed to accrue or arise in India. Income which arise outside India from a business set up and controlled from India. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഫോറിൻ ബിസിനസ് ഇൻകത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്നാ? ബിസിനസ് വിദേശത്താണെങ്കിലും ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നോട്ട് ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ച് ഇത് ടാക്സബിൾ ആകുകയുള്ളൂ. കാണാം, all incomes earned in India and foreign business income are taxable. All income earned in India plus foreign business income. എന്തായിരിക്കും ആ ഫോറിൻ ബിസിനസ് ഇൻകത്തിന്റെ പ്രത്യേകത? ആ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും മാനേജ്മെന്റും എവിടെയായിരിക്കണം? ഇന്ത്യയിൽ ആയിരിക്കണം. അടുത്തത് നമ്മൾ കാണുന്നത് നോൺ റെസിഡന്റിനെ കുറിച്ചാണ്. നോൺ റെസിഡന്റിന്റെ ഇൻകത്തിൽ, ടാക്സബിൾ ഇൻകത്തിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് നോക്കാം. Income received in India and income deemed to be received in India. Income accrues or arises or deemed to accrue or arise in India. അതായത് all incomes earned in India are only taxable. നോൺ റെസിഡന്റിനെ സംബന്ധിച്ച് ഫോറിൻ ഇൻകം ടാക്സബിൾ അല്ല, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മൾ കണ്ടത് ഓർഡിനറി റെസിഡന്റിന്റെ കാര്യം, നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കാര്യം, അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം കണ്ടു നോൺ റെസിഡന്റിന്റെ കാര്യം. ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ഇത് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓരോ ഇൻകത്തെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ ഇൻകവും എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒന്നാമത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? Receipt of income means the first receipt in India after it accrued or earned. Income അതിന്റെ ഫസ്റ്റ് റിസീറ്റ് ഇൻ ഇന്ത്യ, അതാണ് പരിഗണിക്കുന്നത്. റിസീറ്റ് ഓഫ് ഇൻകം മീൻസ് ദ ഫസ്റ്റ് റിസീറ്റ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇറ്റ് അക്രൂഡ് ഓർ ഏൺഡ്. ഇൻകം ഏൺ ചെയ്ത ശേഷം അത് ഇന്ത്യയിൽ ഉള്ള റിസീറ്റ്, ഫസ്റ്റ് റിസീറ്റ്. ആ ഒരു കാര്യം ഓർത്തിരിക്കും. ഇറ്റ് മേ ബി അക്രൂഡ് ഇൻ അനദർ കൺട്രി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്,
ഈ ഇൻകം ചിലപ്പോൾ ഏൺ ചെയ്തിരിക്കുന്നത് അക്രൂ ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? വേറൊരു രാജ്യത്തായിരിക്കാം. പക്ഷെ റിസീവ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഇന്ത്യയിലായിരിക്കും. ഇൻകം മേ ബി റിസീവ്ഡ് ബൈ അസസി ഓർ ഹിസ് ഏജന്റ്. ഈ ഇൻകം റിസീവ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അസസി ആയിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഏജന്റ് ആയിരിക്കും. അതൊന്നും വിഷയമല്ല. കൺക്ലൂഡ് ചെയ്യാം. ഓൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഈസ് ടാക്സബിൾ ടു ഓൾ അസസീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ചും നോട്ട് ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ചും നോൺ റെസിഡന്റിനെ സംബന്ധിച്ചും ടാക്സബിൾ ആണ്. അടുത്താണ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഉദ്ദേശിക്കുന്നത് ദീസ് ഇൻകംസ് ആർ നോട്ട് ആക്ച്വലി റിസീവ്ഡ് ബൈ ദ അസസി. സത്യത്തിൽ ഇത് അസസിക്ക് കിട്ടിയതല്ല, ബട്ട് ദേ ആർ കൺസിഡേർഡ് ആസ് റിസീവ്ഡ് ബൈ ഹിം. പക്ഷെ അത് അദ്ദേഹത്തിന് കിട്ടിയതായിട്ട് പരിഗണിക്കും. ഉദാഹരണങ്ങൾ കാണാം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. അവിടെ ഓർത്തിരിക്കേണ്ടത് 12 ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി എന്ന കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. ഇൻട്രസ്റ്റ് അക്രൂഡ് ടു RPF അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫ് 9.5% ഓഫ് അക്കൗണ്ട് ബാലൻസ്. ഓർത്തിരിക്കുക, 9.5% ഓഫ് അക്കൗണ്ട് ബാലൻസ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ടു NSC 8 ഇഷ്യൂ. അതായത് ഇവിടെ ഓർത്തിരിക്കേണ്ട നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. എന്റെ ഇഷ്യൂ ഏതാണ്? 8. കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു ദ അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി. ഇനി ഏത് സ്കീമാണെന്ന് മനസ്സിലാക്കണം. അണ്ടർ ദ ന്യൂ പെൻഷൻ സ്കീം റെഫേർഡ് ടു സെക്ഷൻ 80 CCD. 80 CCD പ്രകാരം ന്യൂ പെൻഷൻ സ്കീമിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ. All income deemed to be received in India is taxable to all assessees irrespective of their residential status. അതായത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യയും ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. അക്കാര്യം ഓർത്തിരിക്കുക. അടുത്താണ് ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇൻകം അക്രൂസ് വേർ ദ സോഴ്സ് ഈസ് സിറ്റുവേറ്റഡ്. അതായത് എവിടെയാണോ ഇൻകം ലഭിക്കുന്ന സോഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് ആ ഇൻകം വന്നതായിട്ടാണ് പരിഗണിക്കുന്നത്. ഉദാഹരണം നോക്കാം. സാലറി അക്രൂസ് വേർ ദ സർവീസ് ഈസ് റെൻഡേഡ്. ഞാൻ എവിടെയാണോ സർവീസ് റെൻഡർ ചെയ്ത് അവിടെ നിന്ന് ആ സാലറി അക്രൂ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. റെന്റ് അക്രൂസ് വേർ പ്രോപ്പർട്ടി ഈസ് സിറ്റുവേറ്റഡ്. എവിടെ നിന്നാണ് എനിക്ക് റെന്റ് ലഭിക്കുന്നത്, എവിടെയാണ് എന്റെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അവിടെ നിന്നാണ് ആ റെന്റ് കിട്ടിയതായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഏത് സ്ഥലത്താണോ എന്റെ ആ കെട്ടിടം അല്ലെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അവിടെ ആ സ്ഥലത്ത് നിന്നാണ് ആ റെന്റ് കിട്ടിയതെന്നാണ് പരിഗണിക്കുന്നത്. ഇൻട്രസ്റ്റ് അക്രൂസ് വേർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ്. ഞാൻ എവിടെയാണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് ആ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയത്. അങ്ങനെയാണ് കണക്കാക്കുന്നത്. കൺക്ലൂഡ് ചെയ്യാം. All income deemed to be received in India is taxable to all assessees irrespective of their residential status. അതായത് ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യയും ഒരാൾ റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം ആണ്. ടാക്സബിൾ ഇൻകത്തിൽ പരിഗണിക്കും. അടുത്തത് ഇൻകം ഡീംഡ് ടു അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. These incomes are actually arise or accrue outside India but deemed to accrue in India. സത്യത്തിൽ ഈ ഇൻകം ഉണ്ടായിരിക്കുന്നത് അറൈസ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷെ അത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായതായിട്ടാണ് പരിഗണിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സാലറി പെയ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇറ്റ്സ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്. ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ച് എംപ്ലോയീസിനെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. അവർക്ക് കൊടുക്കുന്ന സാലറി എവിടെയാ അവർക്ക് കിട്ടുന്നത്? ഓക്കെ, വിദേശത്താണ് കിട്ടുന്നത്, പക്ഷെ ഇത് എന്തായിട്ട് കണക്കാക്കും? ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. സാലറി പെയ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇറ്റ്സ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്. അടുത്താണ് പെൻഷൻ പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് സർവീസസ് റെൻഡേഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ചെയ്ത സർവീസുകൾക്കുള്ള പെൻഷൻ അതെവിടെയാണ് കൊടുക്കണേ? ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുകയാണ്. ഇന്ത്യക്ക് വെളിയിലാണ് കൊടുക്കുന്നത്, പക്ഷേ അത് ഏതായിട്ട് കണക്കാക്കും? ഇൻകം ഡീംഡ് ടു അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. പെൻഷൻ ഫ്രം ക്യാപിറ്റൽ അസറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ബട്ട് ദ ട്രാൻസാക്ഷൻ ഹാസ് ടേക്കൻ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ക്യാപിറ്റൽ അസറ്റ് സെയിൽ നടത്തി വിറ്റു, അതിൽ നിന്നൊരു ഇൻകം ഉണ്ടായി, ഇതിന്റെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യ ആണ് കരുതുക. പക്ഷേ ഇത് എവിടുന്ന് എറൈസ് ചെയ്തിട്ട് കണക്കാക്കുകയുള്ളൂ? ഇന്ത്യയിൽ നിന്ന് എറൈസ് ചെയ്തതായിട്ടേ കണക്കാക്കും.
ഓക്കെ, ഇതും എന്താണ്, 3 പേരെ സംബന്ധിച്ചു. ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ഇത് ടാക്സബിൾ ആണ്, ടാക്സബിൾ ഇൻകത്തിൽ ആഡ് ചെയ്യാം. അടുത്തതാണ് ഇൻകം അക്രൂയിങ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഫോറിൻ ബിസിനസ് ഇൻകം, അത് ഓർത്തിരിക്കുക, ഫോറിൻ ബിസിനസ് ഇൻകം എന്ന് ഇവിടെ ഓർത്തിരിക്കുക. യൂഷ്വലി ദീസ് ഇൻകംസ് ആർ ടാക്സബിൾ ഓൺലി ടു ഓർഡിനറി റെസിഡന്റ്. സാധാരണഗതിയിൽ ഈ ഇൻകം ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ചില ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആർക്കുകൂടി ടാക്സബിൾ ആകും, നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആകും. ഏതാണ് സാഹചര്യം? ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഇതാണ്. ബട്ട് ഇഫ് ദി ഇൻകം ആർ ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആൻഡ് ക്യാൻ ബി ചാർജ്ഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ദേ ആർ ടാക്സബിൾ ടു ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന എവിടെയാ? അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ്, അതിന്റെ കൺട്രോളിംഗ് അല്ലെ മാനേജ്മെന്റ് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഈ ഇൻകത്തെ നമുക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിനകത്ത് ഉൾപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ ഇത് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ചും ടാക്സബിൾ ആണ്. സാധാരണഗതിയിൽ ഇത് ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതിന്റെ മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റിനും അത് ടാക്സബിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. അടുത്തതാണ് എനി അതർ ഇൻകം അക്രൂയിങ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഉദ്ദേശിക്കുന്ന ഇതാണ് അതർ ഫോറിൻ ഇൻകം, അതായത് ബിസിനസ് ഇൻകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻകവും അതർ ഫോറിൻ ഇൻകം. ഫോറിൻ ബിസിനസ് ഇൻകം കൂടാതെയുള്ള അതർ ഫോറിൻ ഇൻകം. ഇറ്റ് മീൻസ് ഫോറിൻ ഇൻകം അതർ ദാൻ ഫ്രം ബിസിനസ് ഇൻകം. പറഞ്ഞ കാര്യം തന്നെയാണ്. ദേ ആർ ടാക്സബിൾ ഓൺലി ടു റെസിഡൻസ്. ഇത് റെസിഡൻസിന് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. അതായത് അതർ ഫോറിൻ ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് റെസിഡൻസിന് മാത്രമേ ആ കാര്യം ടാക്സബിൾ ആയിട്ടുള്ളൂ. അവസാനത്തെ ഐറ്റമാണ് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം. എന്താണ് പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം വിച്ച് വാസ് എക്സംപ്റ്റഡ് ഏർലിയർ? അതായത് നേരത്തെ ടാക്സ് ചെയ്യാത്ത ഫോറിൻ ഇൻകം നേരത്തെ എക്സംപ്റ്റ് ചെയ്തായിരുന്നു, ബ്രോട്ട് ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്, ഷാൽ ബി എക്സംപ്റ്റഡ് ഫോർവേഡ്. അത് എല്ലാവരെ സംബന്ധിച്ച് എന്താണ്, എക്സംപ്റ്റഡ് ആണ്, ആർക്കും അത് ടാക്സബിൾ അല്ല. അതായത് ഒറ്റ കാര്യം ഓർത്തിരിക്കുക, 3 പേരെ സംബന്ധിച്ച്, റെസിഡന്റിനെ സംബന്ധിച്ച്, അതായത് ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ചും നോട്ട് ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ചും നോൺ റെസിഡന്റിനെ സംബന്ധിച്ചും പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം എന്ന് പറയുന്ന ഐറ്റം എന്താണ്, ടാക്സബിൾ അല്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ് ഈ ടേബിളിൽ. ഈ ടേബിൾ എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം, ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഇത്രയും കാര്യങ്ങൾ ആണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ എല്ലാം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ശരിക്കും മനസ്സിലാക്കുക. ഇത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം അതിനെ എങ്ങനെയായിരിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.